Good morning, all. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഇന്ദിര മാം ആണ്. ഇന്ദിര മാമിനെ കൂടുതൽ പരിചയപ്പെടുത്തണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിടത്ത് ക്ലാസ് എടുക്കാറുണ്ട്. മാം സൈക്കോളജിസ്റ്റ് ആണ്, റെമഡിയൽ ട്രെയിനർ ആണ്, ഹിപ്നോ തെറാപ്പിസ്റ്റ് ആണ്. മാമിനെ ഈ ഒരു സെഷനിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. Thank you, Sujina ma'am. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? യെസ്, നല്ല വിശേഷം. നല്ലൊരു ദിവസമല്ലേ? പുതിയൊരു ദിവസമാണ്, പുതിയൊരു തുടക്കമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക്, നല്ലൊരു തുടക്കത്തിലേക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. യെസ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മീഡിയ ഓവർ യൂസേജ്, അതുകൊണ്ടുണ്ടാകുന്ന ഡെവലപ്മെന്റൽ ഇഷ്യൂസും അത് കുട്ടികളുടേതാണെന്ന് മാത്രം. ഓക്കെ, നമുക്കറിയാം ഇന്ന് സ്ക്രീനിങ് ടൈം എല്ലാവരും ഒരു ഡിജിറ്റൽ വേൾഡിലാണല്ലേ. എന്ത് കാര്യങ്ങളും നമ്മൾ ഫോണിലാണ് എല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് വേണ്ടുന്ന ഒരു ടോപ്പിക് വരെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് നമ്മൾ ഫോൺ യൂസ് ഒക്കെയാണ് അല്ലെ. പക്ഷേ നമ്മളൊരു പ്രായത്തിലെത്തുമ്പോൾ നമുക്കറിയാം ഫോണിന്റെ യൂസേജും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ അല്ലെ. എങ്കിൽ കൂടി നമ്മൾ റീൽസ് കാണുന്നതിനും എല്ലാത്തിനും ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മൾക്ക് ഒരു പരിധി വെക്കുന്നുണ്ടാവും അല്ലെ. പക്ഷേ ഇത് കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെയാണ് അവരെ ഇമ്പാക്ട് ചെയ്യുന്നത്, അവരെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് എന്ന് ഇന്നത്തെ ഒരു ചെറിയൊരു സെഷനിലൂടെ നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, യെസ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും കുട്ടികളെയാണ് ഈ ഒരു സ്ക്രീനിങ് കൂടുതലായിട്ടും ബാധിച്ചിട്ടുള്ളത് അല്ലേ. യെസ്, അതിൻ്റെ അനന്തരഫലമായിട്ട് തന്നെ കുട്ടികളിൽ ഓട്ടിസം പോലെയുള്ള സിംറ്റംസ് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇന്ന് ജനിച്ചു വീഴുമ്പോൾ തന്നെ കുട്ടികൾ ഫോണിലാണ് എന്നാണ് അല്ലെ ഒരു മൊഴി തന്നെ ഉണ്ട്. മുന്നെയൊക്കെ അമ്മമാര് കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കുന്നത്, രാവിലത്തെ ചായ കൊടുക്കുന്നതൊക്കെ എങ്ങനെയാ? പോക്കാച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും അല്ലെ, അപ്പുറത്തെ താത്താനെ കാണിച്ചിട്ടും, അപ്പുറത്തെ ഏതെങ്കിലും കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അപ്പൊ അവര് വരുന്നുണ്ട് വേഗം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലേ. രാത്രി ഭക്ഷണം കൊടുക്കുമ്പോഴും മാനത്തെ അമ്പിളിമാമനെയൊക്കെ കാണിച്ചിട്ടാണ് അല്ലെ. അതിന്റെ ഭംഗിയും ആ ആകാശത്തിലെ ഓരോ മിന്നിത്തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണിച്ചിട്ടും ഒക്കെയാണല്ലേ. ആ ഇരുട്ടിനെ തന്നെ അവർക്ക് അതിനെ ഭംഗിയാക്കിയിട്ട് ആ അമ്മ അല്ലെങ്കിൽ ആ ഉമ്മ അതിനെ വർണ്ണിച്ചുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അല്ലെ, കൊടുത്തിരുന്നത് അല്ലെ. അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെ, നമുക്ക് കൊടുത്തിരുന്നത് എന്ന് പറയും. ഇപ്പൊ എങ്ങനെയാണ് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത്? ഇപ്പൊ എങ്ങനെയാണ്? യെസ്, ഇന്നത്തെ അമ്പിളിമാമനും ഇന്നത്തെ മിന്നി തെളിഞ്ഞു നടക്കുന്ന നക്ഷത്രങ്ങളൊക്കെ എവിടെയാണ് ഉള്ളത്? ഫോണിലാണ് അല്ലേ. യെസ്, അല്ലെങ്കിൽ ടാബ്. കുട്ടികളുടെ എന്താ ഫോണല്ല, ടാബാണ്. അത് കുട്ടികൾക്ക് തന്നെ ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. എനിക്ക് ടാബ് ഉണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എന്തോ വലിയൊരു സംഭവമായിട്ടുള്ള കാര്യമാണ് അല്ലേ. യെസ്, ഇന്ന് നമുക്ക് ചുറ്റും എത്ര കുട്ടികള് ഫോണിൽ മുഴുകിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവര് ഒരു ദിവസം എത്ര മണിക്കൂർ അവര് ഫോണിൽ ചെലവഴിക്കുന്നുണ്ട്? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? വളരെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോണിൽ. അതെ,
ആ കുട്ടിയുടെ ഒരു 1/4 സമയവും അല്ലെ, ഒരു 6-7 മണിക്കൂർ വരെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 മണിക്കൂർ വരെ അവര് ഫോണിൽ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. അവര് രാവിലെ ചായ കുടിക്കുന്നു. ഇപ്പൊ ഒരു 2 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലത്തെ ആ ചായ കുടിച്ചിട്ട് പിന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് അമ്മ ഫോണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് റീല് കണ്ടോട്ടെ. കുട്ടികൾ അതാ പറയണത്, കുഞ്ഞു കുട്ടികൾ റീൽ എന്ന് പറയുന്നത്. നമ്മളൊക്കെ റീല് കണ്ടതും കേട്ടതും ഇപ്പോഴാണ്. പക്ഷെ നമ്മളുടെ അന്നത്തെ ഈ ഒരു പ്രായം അവര് ഇപ്പത്തെ കുട്ടികള് നമ്മളുടെ ആ ഒരു 2 വയസ്സിൽ ഉള്ള കുട്ടികൾ എന്താ കാണുന്നത്? റീല് കാണട്ടെ എന്നുള്ളതാണ് അല്ലെ. അതിലാണ് അവരെ രസം കാണുന്നത്, അതിലാണ് അവരെ എൻജോയ്മെന്റ് കാണുന്നത്, അതിൽ നിന്നാണ് അവരെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവരുടെ സ്ക്രീനിങ് ടൈം അല്ലെങ്കിൽ സ്ക്രീനിങ് എക്സ്പോഷർ എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ സ്ക്രീനിങ് എക്സ്പോഷർ കാരണം വിർച്വൽ ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസ് കുട്ടികളിൽ കാണാറുണ്ട്. ഈ സ്ക്രീന് കൊണ്ട് കുട്ടികൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് സ്ക്രീൻ കാരണം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്? നമ്മൾ വേഗം ഫോണാണല്ലോ കൊടുക്കുന്നത് നമ്മളുടെ പല തിരക്കുകളിൽ നിന്നും അല്ലെ. നമ്മൾക്ക് നമ്മളുടെ കുട്ടീനെ വല്ലാണ്ട് മൈൻഡ് ചെയ്യേണ്ട, നേരത്തിന് ഭക്ഷണം കൊടുത്താൽ മതി, പിന്നെ കുട്ടി അവിടെ അടങ്ങിയിരുന്നോളും. നമ്മളുടെ വീട്ടുജോലികൾ നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാം, കുട്ടീനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ. കഥകൾ പറഞ്ഞു കൊടുക്കണ്ട, ഇതൊക്കെ എന്തോ ഒരു ഭാരിച്ച പണിയാണല്ലോ. ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? വിലക്കുകയാണ് അല്ലെ. അവിടേക്ക് പോകണ്ട, ഇവിടെ പോകണ്ട, ഇവിടെ ഇരുന്ന് കളിച്ചോ, അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഫോൺ അമ്മ തരാം, അതിരുന്ന് കണ്ടോ എന്നാണ് പറയുന്നത് അല്ലെ. ആ അല്ലെ, ആരൊന്നും പറയുന്നില്ല, ആണോ അല്ലയോ? അതെ അതെ, അതെ, നല്ലൊരു ശതമാനം അങ്ങനെയാണ്. യെസ്. പക്ഷേ ഇതുകൊണ്ടൊക്കെ നല്ലൊരു ബെനിഫിറ്റുകൾ വരുന്നുണ്ട്. എന്താണ്? കുട്ടികൾക്ക് ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കുറഞ്ഞു എന്നുള്ളതാണ്. സോഷ്യൽ സ്കിൽസ് കുറഞ്ഞു എന്നുള്ളതാണ്. ഇമോഷണൽ കണക്ഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഈ ബെനിഫിറ്റുകളൊക്കെ നമ്മൾ കാരണം സ്ക്രീന് കുട്ടിക്ക് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ബെനിഫിറ്റുകളാണത് അല്ലെ. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? നമ്മളുടെ വീട്ടില് നമ്മളുമായിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ കുട്ടികൾ? ഉണ്ടോ? ഇല്ല അല്ലെ, കുറവാണ് കുട്ടികൾ. കാരണം നമ്മളുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്താണ്? സ്ക്രീനാണ് കൊടുക്കുന്നത്. നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചിട്ട് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇവിടെ വീട്ടില് കുട്ടീനെ ആക്കിയിട്ടാണ് പോവുക അല്ലെ. അപ്പൊ പാരന്റ്സിന് മുന്നേ ഉള്ള ഗ്രാൻഡ് പാരന്റ്സും ഇപ്പോഴുള്ള ഗ്രാൻഡ് പാരന്റ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മുന്നേയുള്ള ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ അവര് ഓരോ കാര്യങ്ങളും കുട്ടിയെ കൂടെ നിർത്തിക്കൊണ്ട്, ഇപ്പൊ ഒരു പുല്ല് പറിക്കുകയാണെങ്കിൽ കൂടി ആ പുല്ല് പറിക്കാൻ വരെ കൂട്ടിക്കൊണ്ടുപോകും അല്ലെ. ഇന്നോ പാമ്പഴയും, സൂര്യൻ വെയിലടിക്കുന്നുണ്ട്, മണ്ണിൽ കളിക്കുന്നു, മണ്ണ് അലർജിയാണ്, പൊടിയിൽ അധികം കളിക്കാൻ പാടില്ല, വെള്ളത്തിൽ കളിക്കാൻ പാടില്ല, ചളിയിൽ കളിക്കാൻ പാടില്ല. പിന്നെ ഈ കുട്ടി എന്ത് ചെയ്യും അല്ലെ. കുട്ടീന്റെ ഏകാശ്വാസം എന്ന് പറയുന്നത് കുട്ടീനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ആരാ? ഈ സ്ക്രീനാണ്. അതാണ് അവളുടെ അല്ലെങ്കിൽ അവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്ക്രീനിങ് എക്സ്പോഷർ കുട്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. യെസ്. ഒരിക്കല് ഒരു അമ്മ ഒരു 3 വയസ്സുള്ള കുട്ടീനെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്തേക്ക്. അപ്പോൾ അമ്മയ്ക്ക് വീട്ടിലെ ജോലികളും എല്ലാം കൊണ്ടും അമ്മ ഭയങ്കരമായിട്ട് കുട്ടിക്ക് എന്ത് ചെയ്തു? ഫോണിന്റെ യൂസേജ് കൊടുത്തു. ഫോൺ കൊടുത്തു. അതിന്റെ യൂസേജ് നമ്മൾ കാരണമാണ്, ആ അമ്മ കാരണം തന്നെയാണ് ആ കുട്ടിയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പോകെ പോകെ അമ്മ റിയലൈസ് ചെയ്തു, മറ്റു കുട്ടികളൊക്കെ കണ്ട് മനസ്സിലാക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്വന്തം കുട്ടി ഇന്ററാക്ട് ചെയ്യുന്നില്ല, ഒരു കാര്യം ചോദിച്ചാൽ ശരിക്ക് കറക്റ്റായിട്ട് സംസാരിക്കുന്നില്ല, ഒന്നുകിൽ ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ ഭയങ്കര സങ്കടം, ഇമോഷണൽസ് ആ കുട്ടീനെ വെച്ചെടുത്ത് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ സ്പീച്ച് സംസാരിക്കുന്നില്ല. ആ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള 3 വയസ്സിൽ കുട്ടി സംസാരിക്കേണ്ട വാക്കുകൾ കറക്റ്റായിട്ട് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഈ അമ്മ ഡോക്ടറുടെ അടുത്തേക്ക് പോയപ്പോ ഡോക്ടർ ചോദിച്ചു, കുട്ടിയുടെ സ്ക്രീനിങ് ടൈം എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു.
എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ കുറച്ച് തിരക്കിലാണ്, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, ഒരു കൂട്ടുകുടുംബാണ്, അപ്പൊ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്ക് വേണ്ടുന്ന ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ചുരുക്കി പറയുമ്പോൾ ഒരു 6-7 മണിക്കൂർ കുട്ടി ഫോണിൽ തന്നെയാണ്. 5 മിനിറ്റ് മാത്രമാണ് ഒരു ബ്രേക്ക്. കുട്ടിക്ക് പുറത്തേക്ക് കളിക്കാൻ പോയാലും കുട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുട്ടിക്ക് അവിടെ എന്ത് ചെയ്യണം, മടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആരോടും വല്ലാണ്ട് ഇന്ററാക്ട് ചെയ്യാനില്ല, സംസാരിക്കാനില്ല, എനിക്ക് ഇനി ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട എന്നുള്ള കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലായി എന്നുള്ളത് കുട്ടിയുടെ ആ ഒരു പ്രായത്തിൽ. അപ്പൊ അമ്മയ്ക്ക് തന്നെ ഒരു പേടി, എൻ്റെ കുട്ടിക്ക്, അമ്മ ആ ഇടയ്ക്കാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഓട്ടിസം, വിർച്വൽ ഓട്ടിസം എന്നുള്ള ആ ഒരു വാക്കൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അനന്തരഫലമായിട്ട് അമ്മ ഡോക്ടറെ അടുത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചോദിച്ചത്, നേരത്തെ പറഞ്ഞ പോലെ ഫോണിന്റെ യൂസേജ് എത്രത്തോളമാണ്. യെസ്, ഡോക്ടർ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഡോക്ടർ നോക്കുമ്പോൾ അസസ്മെന്റ് നടത്തിയ സമയത്ത് കുട്ടിക്ക് പ്രത്യേകിച്ചിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല, വേറെ ഡെവലപ്മെന്റ്സ് കണ്ടീഷൻസോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഈ ഫോണിന്റെ യൂസേജ് കൊണ്ട് മാത്രം ഉണ്ടായ ഇത്തരം പ്രയാസങ്ങൾ. അപ്പൊ ഡോക്ടർ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ആ ഫോണൊന്ന് മാറ്റിവെക്കൂ. നിങ്ങളുടെ പ്രധാന സമയം, നിങ്ങളുടെ ജോലി കുറച്ച് വൈകിയാണ് ചെയ്യുന്നതെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രധാന സമയം, നിങ്ങളുടെ ആ വിലപ്പെട്ട സമയം ആ കുട്ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഇനിയും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. ഓക്കെ, ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മ വീട്ടിൽ പോയി ആ കുട്ടിയുടെ അടുത്തൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ആ ഫോണൊക്കെ മാറ്റി വെച്ചു. പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ചാൽ കുട്ടിക്ക് വല്ല ഇഷ്ടപ്പെടുവോ? ഇല്ല അല്ലേ? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയാ, ഒരു സൂര്യൻ ഉദിച്ചു എന്ന് പറയാം. ആ സൂര്യൻ ഉദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമാര് ചെയ്യുന്നത് എന്താ, ഇന്നു മുതൽ നീ ഫോൺ കാണണ്ട, നീ ഫോൺ കണ്ടതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പറ്റി. അതൊക്കെ അപ്പോഴും കുട്ടീനോടാണ് പറയുന്നത് അല്ലെ. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിക്കുന്നു, ലോക്ക് ഇടുന്നു, അതില് പാരന്റൽ കൺട്രോൾ ചെയ്യുന്നു, എല്ലാം. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടും? ഇല്ല അല്ലെ. ആ കുട്ടീൻ്റെ പോകെ പോകെ ബിഹേവിയറൽ ഇഷ്യൂസ് വന്നു, ദേഷ്യവും വാശിയും ഒക്കെ കൂട്ടത്തോട് കൂടിയിട്ട് ആ മോളോട് പറഞ്ഞു, ആ കുട്ടിയോട് പറഞ്ഞു, നമുക്ക് ഫോണിന്റെ കുറയ്ക്കണം, മോളുടെ കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ മെല്ലെ തന്മയത്വത്തോടു കൂടി ഒരു സമയം വെച്ചു കൊടുത്തു. ഇത്ര സമയം വരെ മോള് കണ്ടു, അത് കഴിഞ്ഞിട്ട് അമ്മ ഫോൺ ചോദിക്കും, അപ്പൊ തരണം എന്ന് പറഞ്ഞു. തുടക്കത്തിലൊന്നും കുട്ടിക്ക് വലിയ ഇഷ്ടമുണ്ടായില്ല. ഫോണ് വാങ്ങിക്കുകയാണ്, ഞാൻ കണ്ട് രസിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ അമ്മ എന്നെ പിൻവലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പോകെ പോകെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടി അതുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ടു വന്നു. അങ്ങനെ ആ ഒരു സിംറ്റംസ്, നേരത്തെ കണ്ടിരുന്ന ഐ കോണ്ടാക്ട് ഇല്ലായ്മയും ഇമോഷണൽ കൺട്രോൾ ഇല്ലായ്മയും അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ കുട്ടികളിൽ ഇത് കുറഞ്ഞു കുറഞ്ഞു വന്നു. കുട്ടി മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എല്ലാവരോടും ഐ കോണ്ടാക്ട് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അമ്മയ്ക്കൊരു ആശ്വാസമായി. യെസ്, എന്താ ആശ്വാസമായത്? ഞാൻ ആ കുട്ടിയിലുള്ള സ്ക്രീനിങ് ടൈം കുറച്ചപ്പോൾ കുട്ടിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിർച്വൽ ഓട്ടിസത്തിന്റെ പ്രധാനമായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് എന്തെല്ലാമായിരുന്നു? ഐ കോണ്ടാക്ട് ഇല്ലായ്മയാണ് അല്ലെ, സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറയുന്നു, സ്പീച്ചിൽ ഡിലേ വരുന്നു, അതോടൊപ്പം തന്നെ ഇമോഷണൽ കൺട്രോൾ കുറയുന്നു അല്ലെ. ഇതൊക്കെയാണ് എന്ത്, വിർച്വൽ ഓട്ടിസത്തിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവായികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് മാം. ഓക്കെ, താങ്ക് യു മാം. ഇനി നമ്മൾക്ക് ചുറ്റും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ചുറ്റും നമ്മൾക്ക് ചുറ്റും അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു എക്സ്പീരിയൻസ് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ, 1 മിനിറ്റ് സമയം.
അത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹലോ, പോയോ? നിങ്ങളുടെ ഇല്ല എക്സ്പീരിയൻസ് ഇല്ല ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ ഒരു സ്കൂൾ കൗൺസിലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചൈൽഡ് സൈക്കോളജിസ്റ്റ് ഡെയിലി കാണുന്നുണ്ട്. പക്ഷെ കേരളത്തിലല്ല, ത്രിപുരയിലാണ്. അതെയോ? ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു അജിത മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കുട്ടികളുടെ വരുന്നത്? ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞും ഒക്കെയാണല്ലേ. അപ്പോ ഈ 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ നോക്കുകയാണെങ്കിൽ കുട്ടി ഫോണാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ലേ. ഇന്ററാക്ട് ചെയ്യുന്നതും ഫോണിൽ നിന്നുള്ള ഓരോ കാര്യങ്ങളാണ് കുട്ടി മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് എന്ത് മനസ്സിലാവുന്നില്ല? അതിലുള്ള റിയൽ ഫേസസ് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അല്ലെ. കാരണം റിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? കുട്ടിക്ക് അണ്ണൻ മാങ്ങ തിന്നുന്നു എന്ന് പറയുമ്പോൾ അത് കാണാനല്ലേ പറ്റുന്നുള്ളൂ അല്ലെ. അണ്ണൻ മരത്തിൽ കയറി മാങ്ങ തിന്നുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ആ ടേസ്റ്റ്, അണ്ണാൻ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോഴല്ലേ അതിൽ നിന്ന് അണ്ണാൻ എന്താണ് ചെയ്യുന്നത്, അണ്ണാൻ എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് കടിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു മാങ്ങ തിന്നുമ്പോൾ അതിന്റെ ടേസ്റ്റും അതിന്റെ കളറും ഒക്കെ ഈ ഫോണിലൂടെ നമ്മൾ തന്നെ ഫോൺ കണ്ടുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലെ. നമ്മളുടെ ഒരു കയ്യില് ഫോൺ ഉണ്ടായിരിക്കും, മറ്റേ കയ്യില് ചോറായിരിക്കും. അപ്പൊ മുന്നിൽ വന്നത് ചോറാണോ, ബിരിയാണി ആണോ, വല്ല അവിയലാണോ, അല്ലെങ്കിൽ മുളക് കറിയാണോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ അവർക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അവർക്കും അത് മനസ്സിലാക്കുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ ആ കണ്ടിട്ടും ലിസണിങ്ങിലൂടെയും അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പം നമ്മുടെ സ്ക്രീനിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ഇനി ഓട്ടിസവും അതോടൊപ്പം തന്നെ വിർച്വൽ ഓട്ടിസവും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിയാലോ. വിർച്വൽ ഓട്ടിസം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻസ് അല്ല, ബൈ ബർത്തിലൂടെ ഉണ്ടായ ഒരു കാര്യമല്ല. സ്ക്രീനിങ്ങിന്റെ എക്സ്പോഷർ കാരണം ഉണ്ടായി വന്നിട്ടുള്ള ഓട്ടിസമാണ്. അത് നമ്മളുടെ എൻവറോൺമെന്റിൽ നിന്നാണ് ആ കുട്ടിയിലേക്ക് ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്. അത് ബൈ ബർത്തിലൂടെ ജനറ്റിക് പരമായിട്ടും ഒക്കെയാണ് ഓട്ടിസം കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ. അതോടൊപ്പം തന്നെ കുട്ടിയിലെ സ്ക്രീനിങ് എക്സ്പോഷർ കാരണമാണ് ഈ വിർച്വൽ ഓട്ടിസം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളിപ്പോ ഈ ഒരു ചുരുങ്ങിയൊരു സമയം കൊണ്ട് നമുക്ക് മനസ്സിലായി അല്ലെ. പക്ഷേ ഓട്ടിസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ ബർത്ത് ആയതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് നമ്മൾ തുടക്കം തന്നെ ഇപ്പം ജനിച്ചുള്ള കുറച്ച് ഇങ്ങനെ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുട്ടി അധികാരെയും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. കുട്ടി നമ്മളുമായിട്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ. ഇനി പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓട്ടിസവും വിർച്വൽ ഓട്ടിസവും രണ്ടാണ്, രണ്ടും ഒന്നല്ല എന്നുള്ളതാണ്. അതിൽ ബൈ ബർത്ത് കാരണമാണ്, ബൈ ബർത്തിലൂടെ തന്നെ അല്ലെങ്കിൽ ജനറ്റിക് പരമായിട്ട് ഓട്ടിസം ഉണ്ടായി വരുന്നു എന്നുള്ളതും, വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് നമ്മളുടെ എൻവിറോൺമെന്റ്സിൽ നിന്നും കുട്ടിയിലേക്ക് എത്തിപ്പെട്ട ഒരു കണ്ടീഷനാണ് എന്താ വിർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ഞാൻ ഓട്ടിസവും വിർച്വൽ ഓട്ടിസത്തിനെ കുറിച്ചിട്ടൊന്നും ഞാൻ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. വിർച്വൽ ഓട്ടിസത്തിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഓട്ടിസത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു കുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാങ്ങ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആപ്പിൾ കൊടുക്കുമ്പോൾ അത് ആ കുട്ടി അത് കണ്ട്
അതിന്റെ കളർ ഇതാണ്. നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ മോളെ ഇത് മാങ്ങയാണ്, ഈ മാങ്ങയുടെ കളർ എന്താ, മഞ്ഞയാണ്. അതിന്റെ ടേസ്റ്റ് എന്താ, നല്ല മധുരമാണ്. മാങ്ങ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ മാങ്ങ കഷ്ണം കൊടുക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെ? ഇനി അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുമ്പോൾ ആ മുന്നിൽ വന്നിട്ടുള്ള ഫുഡ് എന്ത് ഫുഡാണ്, ചോറാണോ, ചോറിൽ നിന്ന് എന്താണ് കറി, ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ചോറാണെന്നുണ്ടെങ്കിൽ ചോറിലേക്ക് എന്താണ് കറി, പയറിന്റെ ഉപ്പേരിയാണോ, പയറിന്റെ തോരനാണോ, അവിയലാണോ, സാമ്പാറാണോ, തക്കാളി കറിയാണോ, അതിന്റെ ടേസ്റ്റും ഓരോ കാര്യങ്ങളും നമ്മൾ കുട്ടിയെ പറഞ്ഞ് അറിഞ്ഞ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി കുട്ടിക്ക് ഒരു 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ലേണിങ്ങിൽ അവരെ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത്, എങ്ങനെ ആയിരിക്കും? അവർക്ക് പ്രീ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറ്റൻഷൻ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? പൂവർ അറ്റൻഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെയോ അവർക്ക് ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഒരു കാര്യത്തിലേക്ക് ടീച്ചർ പറയുമ്പം ഒരു കാര്യത്തിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ഡിലേ വരുന്നു. സ്പീച്ചിന്റെ പ്രയാസം കാരണം കുട്ടിക്ക് ആ ലാംഗ്വേജിൽ ഡിലേസ് വരുന്നു. അതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കി പറയുന്നതിൽ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അത് റിപ്ലൈ കൊടുക്കുന്നതിൽ കുട്ടിക്ക് പ്രയാസങ്ങൾ നേരിടുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റു കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ബൈ ലേണിംഗിൽ ആ കുട്ടിയെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് പഠിക്കുന്നതിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും, എന്ത് സൊല്യൂഷനായി നമ്മൾ അവിടെ കൊടുക്കാൻ പറ്റുന്നത്? യെസ്, ഇപ്പോ 0 to 2 years വരെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുകയും വേണ്ട, അല്ലെ? ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ നമ്മൾ ആ ഒരു പാരന്റ് എന്ന നിലയിൽ ഫോണിന്റെ യൂസേജ്, ആസ് എ പാരന്റ് എന്ന നിലയിൽ ഫോണിന്റെ യൂസേജ് ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് മുന്നിൽ കുറയ്ക്കുക. കാരണം കുട്ടികളാണ് അമ്മ കാണുന്നതാണ്, അമ്മ ഫോൺ കണ്ടിട്ടാണ് കുട്ടിക്ക്. അപ്പോ കുട്ടി ചോദിക്കുന്ന കാര്യമാണ്, അമ്മ ഫോൺ കാണുന്നത്, പിന്നെ എന്നോടാണോ ഫോൺ കാണുന്നത്? എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടോ? ഇല്ല, അല്ലെ? നമുക്ക് അതിനൊരു അവകാശം. നമ്മൾ ഫോൺ കണ്ടിട്ട് കുട്ടിയോട് ഫോൺ കാണണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ ഒരു 2 വയസ്സ് മുതൽ 5 വയസ്സുള്ള കുട്ടികളുടെ അമ്മമാരാണ് പാരന്റ് ആവുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ഫോണിന്റെ കൺട്രോൾ നമ്മളായിട്ടൊന്ന് കുറയ്ക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ ഫോണിന്റെ യൂസേജ് കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾക്ക് ആവശ്യം നമ്മളുടെ സ്വാഭാവിക ഇപ്പൊ കൂടുതൽ അമ്മമാരെ കൂടെയാണ് കുട്ടികളുള്ളത് തന്നെ. അമ്മ എന്താണോ ചെയ്യുന്നത്, അമ്മ എന്താണോ പറയുന്നത്, അമ്മ എങ്ങനെയാണോ ഓരോ കാര്യത്തിനെയും നിങ്ങളുടെ കുട്ടികളും എടുക്കുന്നതല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നമ്മളുടെ ഒരു ഫോട്ടോ കോപ്പി തന്നെയായിരിക്കും ആ കുട്ടിയിലും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഒരു ഫോണിന്റെ യൂസേജ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി ആ ഒരു ഫോൺ യൂസേജ് പറയുന്നു എന്നുള്ളത്. അതോടൊപ്പം നമ്മള് ഭക്ഷണമാണ് ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോഴും കുട്ടിയുടെ മുഖാമുഖം നോക്കി സംസാരിക്കുക, കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ഫുഡ് കഴിക്കാൻ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന ഫുഡാണ്, അത് ടേസ്റ്റിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിനെ കൺവേ ചെയ്യിക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക. അപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ പസിൽസ്, മുറ്റത്തെ കളികള്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതോടൊപ്പം തന്നെ ചിത്രം വര, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ കൂടി നമ്മൾ ഏർപ്പെടുക എന്നുള്ളതാണ്, അല്ലെ? നമുക്ക് അതാണ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്കും ഒക്കെ നമ്മൾ സ്വയം ഏർപ്പെടുക എന്നുള്ളതാണ് ആസ് എ പാരന്റ് എന്ന നിലയിൽ. അതോടൊപ്പം തന്നെ കുട്ടീനെ പേരെടുത്തിട്ട് വിളിക്കുക.
അപ്പം കുട്ടിയുടെ പേര് മനസ്സിലാക്കുമ്പോൾ എൻ്റെ പേര് ഇന്നതാണ് എന്നുള്ളത് ആ കുട്ടി സ്വയം മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ വിളി കേൾക്കാനും ഒക്കെ കുട്ടി സ്വയം തുടങ്ങുന്നു എന്നതാണ്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി, കുട്ടീനെ മൾട്ടി സെൻസറി അപ്രോച്ച് വെച്ചിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്താ മൾട്ടി സെൻസറി അപ്രോച്ചസ്? കുട്ടി കണ്ടും കേട്ടും അറിഞ്ഞും സ്മെൽ ചെയ്തും എല്ലാം പഠിപ്പിക്കുക എന്നതാണ്, അല്ലെ? പലതരത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ്. ചിലർക്ക് കണ്ട് മാത്രമായിരിക്കും ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്, ചിലവർ കേട്ടിട്ടായിരിക്കും പഠിക്കുന്നത്, ചിലവർക്ക് അറിഞ്ഞിട്ടായിരിക്കും. അതായത് അവർക്ക് അതിന്റെ ഇപ്പം പൊള്ളുന്നു, തീയിൽ കളിക്കുന്ന ഒരു കുട്ടീനോട് തീയിൽ കളിക്കല്ലേ എന്ന് പറയുമ്പോൾ അത് പൊള്ളും എന്ന് പറയുമ്പോഴേക്കും കുട്ടിക്ക് ചിലപ്പോൾ അത് അറിയേണ്ടി വരും. ഒന്ന് ഞാൻ തൊട്ട് നോക്കിയാലോ പൊള്ളുണ്ടോ ഇല്ലയോന്നൊന്നും അറിയാലോ എന്നുള്ള രീതിക്ക്, അല്ലെ? അത് സ്വാഭാവികമായിട്ടും കുട്ടി അത് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുന്നത്. അപ്പൊ ചില കുട്ടികൾക്ക് എത്തരത്തിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അത് തൊട്ടറിഞ്ഞിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവരുടെ ലേണിങ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് വേണ്ട കൂടുതൽ സ്ക്രീനിങ്, അവർക്ക് വേണ്ടത് കൂടുതലായിട്ടുള്ള കണക്ഷൻസ് ആണ്, കൂടുതലായിട്ടുള്ള ഹ്യൂമൻ ഇന്ററാക്ഷൻസ്, അതോടൊപ്പം തന്നെ അല്ലെ? സോ ഇന്നത്തെ കുട്ടികള്, ഇന്നത്തെ എന്നല്ല എന്നത്തെയും കുട്ടികള് നമ്മൾ നല്ലൊരു ചെടി അതിൽ പൂവും കായും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, നല്ല സൂര്യപ്രകാശം വേണം, അതിന് നന്നായിട്ട് കെയർ, നല്ല വളം ഇട്ട് കൊടുക്കണം, നല്ല വെള്ളം, അല്ലെ? ഒരു ചെടി വളർന്ന് പൂവായി കായായി നന്മയുള്ള ഒരു കുട്ടികളും അങ്ങനെ തന്നെയാണ്. നല്ലൊരു പഴമാവണം എന്നുണ്ടെങ്കിൽ, നല്ല മധുരമുള്ള കുട്ടിയാവണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പഴമായി വരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടുന്ന കെയർ, ഇന്ററാക്ഷൻസ്, അതോടൊപ്പം തന്നെ കണക്ഷൻസ് എല്ലാം നമ്മൾ കിട്ടണമെന്ന്. ഓക്കെ, സോ ഡോണ്ട് റീപ്ലേസ് യുവർ സ്ക്രീനിങ് ടൈം. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ ചെയ്യാതെ നമ്മോട് തന്നെ കൊടുക്കുന്ന ആ ഒരു സമയം, അതിനെ നമ്മൾ ആ സ്ക്രീൻ മാറ്റിക്കൊണ്ട് ആ കുട്ടിയെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് നിങ്ങൾ സ്ക്രീനിൽ ഒതുക്കാതെ നിങ്ങൾ റിയൽ ആയിട്ടുള്ള ആ ഒരു പ്രസൻസ് കുട്ടിക്ക് കൊടുക്കണമെന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ഒരു സെഷന്, ഒരു ചെറിയൊരു സെഷന് നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന, എന്നെ മനസ്സിലാക്കിയ, എൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹമുള്ള ആ ഒരു നല്ല വാക്കുകളിലൂടെയും എൻ്റെ അടുത്ത് എന്തെങ്കിലും നിങ്ങളുടെ നല്ല നല്ല കൗൺസിലോടെയും ഞാൻ സ്വീകരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇന്നത്തെ ഒരു സെഷൻ ഭംഗിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി നിങ്ങളേവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കിലേക്ക് ഞാൻ എത്തി നോക്കുകയാണ്. യെസ്, ഓവർ ടു യു. Good morning. Good morning, ma'am. Thank you very much for a good awareness session. പിള്ളേരുടെ സ്ക്രീൻ ടൈം കൂടുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ പേരൻസ് തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളാണ് അതിന്റെ മെയിൻ കാരണം. നേരത്തെ പറഞ്ഞ പോലെ എളുപ്പത്തിന് നമ്മൾ സ്ക്രീൻ കൊടുത്ത് ഭക്ഷണം കഴിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അതങ്ങനെ ഹാബിറ്റായി പോകുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ വേറെ ആരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല, നമ്മളുടെ ഓൺ റെസ്പോൺസിബിലിറ്റി ആണ്. പക്ഷെ ഇത് സ്ക്രീൻ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അവർക്ക് ആക്റ്റീവായിട്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയും ഇന്ററാക്ട് ചെയ്യുകയും അവരെ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് തീർച്ചയായിട്ടും അവരുടെ സ്ക്രീൻ ടൈം തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാനും, അത് കൂടാതെ
അവർ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്യും. സ്ക്രീനിൽ കൂടെയും ഡിജിറ്റലായിട്ട് പഠിക്കുന്നതല്ലാതെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ റിയൽ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടും കേട്ടും, ജസ്റ്റ് ലൈക്ക് യു സെഡ്, കണ്ടും കേട്ടും അറിഞ്ഞും തൊട്ടും ടേസ്റ്റ് ചെയ്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവരെ ആ ഒരു രീതിയിൽ പഠിപ്പിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഈ വെർച്വൽ ഓട്ടിസം അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമല്ല. അതിന് നമ്മൾ തീർച്ചയായിട്ടും ആക്ഷൻസ് എടുക്കണമെന്നുള്ള ഒരു അവയർനെസ് തന്നതിന് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും ആൾക്കാർക്ക്. താങ്ക് യു സോ മച്ച്. നല്ല സെഷൻ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. മാമിനെ കണ്ടുകൊണ്ടാണ് ഓരോ സെഷൻ പറയാറ്. ആ ഒരു പുഞ്ചിരിയും ആ ഒരു ഹാപ്പിയും എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ വേഗം അറിയാൻ പറ്റും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. മാം, നല്ല സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരെ പാരന്റ്സിനൊക്കെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. പിന്നെ ഇതൊരു വാസ്റ്റ് ആയിട്ട് സബ്ജക്റ്റ് ആണ്. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നതല്ല. എന്നാലും ഏകദേശം കണ്ടന്റുകളെല്ലാം അതിൽ കയറി വന്നിട്ടുണ്ട്. താങ്ക് യു. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു അജിത മാം, താങ്ക് യു സോ മച്ച്. മാം പറഞ്ഞ നല്ല പോലെ സെഷൻ ആയിരുന്നു മാം. ഒരു സർ പറയോ, വിജു സർ പറയൂ. ഓക്കെ, ഇല്ല, അതൊരു ഇൻട്രപ്ഷൻ ആയി പോയി. മാം പറയാനുള്ളത് തീർത്തോളൂ, അത് കഴിഞ്ഞ് പറയാം. അല്ല, ഞാന് അജിത മാം പറഞ്ഞ പോലെ ഒരു വൈഡ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു അരമണിക്കൂറാണ് സെഷൻ ഉള്ളത്. അപ്പം അതിന്റെ ഉള്ളിൽ ഒതുക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഒതുക്കി എന്നുള്ളതാണ്. നമുക്ക് വിർച്വൽ ഓട്ടിസം ഒക്കെ സ്ക്രീനിങ് ടൈം ഒക്കെ നമുക്ക് പറയുക എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് ചുറ്റുവട്ടത്തുമുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയൊരു ടോപ്പിക്ക് ഉണ്ടാക്കിയെടുത്തു, അത് നിങ്ങളുടെയിലേക്ക് എത്തി എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതാണ്. സർ പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. പിന്നെ നല്ലൊരു ടോപ്പിക്ക്, അത് ഇപ്പോഴത്തെ കാലിക പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ് ഈ വെർച്വൽ ഓട്ടിസം. ഈ വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. മുമ്പില്ലാതിരുന്ന, ഇപ്പൊ എന്റെയൊക്കെ അല്ലെ മാമിന്റെ ഒക്കെ ചെറുപ്പത്തില് ഇങ്ങനെ ഒരു സംഭവം വെർച്വൽ ഓട്ടിസം എന്നൊരു കാര്യം തന്നെ ഇല്ല. അതിപ്പോ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന, എനിക്ക് തോന്നുന്ന ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയധികം മൊബൈൽ ഉപയോഗം കൂടിയത്. വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ, പിന്നെ വർക്ക് ഫ്രം ഹോം പോലുള്ള കാര്യങ്ങൾ വന്നപ്പം ഈവൻ അഡൽസിന് വരെ ഇത് വളരെ സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പം എൻ്റെ മോന് ഇപ്പൊ 5ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പം കേബിള് ആക്ച്വലി കട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം കുട്ടികൾ അതിന്റെ മുന്നിൽ ഏത് സമയവും ടിവിയുടെ മുമ്പിൽ അല്ലെ മൊബൈലിന്റെ മുമ്പിൽ, ഇത് രണ്ടുമാണ്. ഒന്ന് ടി വി കഴിഞ്ഞാൽ മൊബൈലിലേക്ക്. അപ്പൊ അത് മാറി ആളുകളുമായിട്ട് മാം പറഞ്ഞതുപോലെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും പേരൻസിന്റെ കൂടെ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാം പറഞ്ഞ പോലെ പേരൻസ് കുട്ടികളുടെ കൂടെ എത്രയധികം സമയം ചെലവഴിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പേരൻസിന് തന്നെ സമയമില്ല. പേരൻസ് തന്നെ മിക്കവാറും ഈ ഫോണിലായിരിക്കും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ തന്നെ രാവിലെ 5:30 മൊബൈലിൽ കയറുകയാണ്, ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുട്ടികൾ നോക്കുമ്പോൾ പേരൻസും എപ്പോഴും ഫോണിലാണ്. അപ്പം പേരൻസ് അത് എത്രത്തോളം മാതൃക കാണിച്ചു കൊടുക്കാൻ കഴിയും എന്നതിന് ഈ ഒരു സബ്ജക്റ്റ് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. കീപ് ഇറ്റ്. താങ്ക് യു ഹാവ് എ സർ, നൈസ് താങ്ക് ഡേ. യു സോ മച്ച്. മാം, ഇതിനോടുകൂടി ചെറിയൊരു കണ്ടന്റ് ഞാൻ ആഡ് ചെയ്യണേ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ത്രിപുരയിലാണ്. ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ സ്കൂളിലാണ്. ഇവരുടെ 7 സ്കൂളുകളുണ്ട് ഇവിടെ. അതില് ടീച്ചേഴ്സ് ട്രെയിനറായിട്ടും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പല സ്കൂളുകളിലും പോകേണ്ട അവസ്ഥ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഓട്ടിസം ആണോ വിർച്വൽ ഓട്ടിസം ആണോ എന്നുള്ള കൺഫ്യൂഷൻ പാരന്റ്സിന് ഉണ്ട്. പാരന്റ്സിന് സത്യത്തിൽ ഇവിടെ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. എന്നാൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ വിർച്വൽ ഓട്ടിസം വരുന്ന കുഞ്ഞുങ്ങൾ മിക്കവാറും ഓട്ടിസത്തിന്റെ എല്ലാ ഇതും കാണിക്കും. പക്ഷെ നമ്മളൊരു സപ്പോർട്ട് കൊടുത്താൽ, അതായത്
പ്രത്യേകിച്ച് അവരുടെ സെയിം ഏജിലുള്ള കുഞ്ഞുങ്ങളായിട്ടുള്ള ഇന്ററാക്ഷൻ. അതായത് മിനിമം നഴ്സറി ഒക്കെ മുതൽ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെയൊക്കെ ആണെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂർ അവർക്ക് ഫിസിക്കൽ പ്ലേക്കുള്ള ഒരു ടൈം. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ അത് എഫക്റ്റീവ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്ത് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് വന്നുകൊണ്ട്. പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന, പാരന്റ്സിന് കുട്ടികളുടെ ഫ്രണ്ടായിട്ട് കളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോ ഇവര് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ സെൽഫ് പ്ലേ ആവും. സെൽഫ് പ്ലേ ആവുമ്പോൾ ഇവർ തന്നെ സെൽഫ് ടോക്ക് തുടങ്ങും. പിന്നെ അപ്പോഴും ഇന്ററാക്ഷൻ പുറത്തേക്ക് പോവില്ല. അപ്പോൾ 2 മണിക്കൂറെങ്കിലും പുറത്ത് കളിക്കാനുള്ളത്. ഇൻ കേസ് അവർക്ക് അടുത്ത അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ്ങിന് വിടുക, മാർഷൽ ആർട്സോ അല്ലെങ്കിൽ ഫുട്ബോളോ, എങ്ങനെയും ചെറിയ കുഞ്ഞുങ്ങൾക്കോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ പ്ലേ സ്കൂളുകളിൽ വിടുക, ഈവനിങ് ഡേ കെയറുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിടുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ററാക്ഷൻ കൂടി ഒരു പരിധി വരെ വെർച്വൽ ഓട്ടിസത്തിന് ഈ കുട്ടികൾക്ക് പുറത്തു വരാൻ പറ്റുന്നുണ്ട്. പിന്നെ മാം ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് അത് ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും ഒരു നല്ലൊരു ബെഡ് ടൈം സ്റ്റോറി വെച്ചിട്ട് അതൊരു 21 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 30 ഡേയ്സ് അങ്ങനെ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് ഓരോ ദിവസം ഓരോ സ്റ്റോറീസ് കൊടുക്കുക. ഓരോ സ്റ്റോറീസ് കൊടുക്കുമ്പോൾ ഇവര്, നമ്മളൊക്കെ സൈക്കോളജിസ്റ്റുകളാണല്ലോ, നമുക്ക് ആ ഒരു ധാരണയുണ്ടല്ലോ. അത് രാത്രിയാവുമ്പോൾ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസിലേക്ക് പിന്നെ സബ് കോൺഷ്യസിലേക്കൊക്കെ പോയി കുട്ടികളുടെ വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യും, ക്രിയേറ്റിവിറ്റി ഇതാവും, അതിനോടുകൂടി സെന്റൻസ് മേക്കിംഗ് പറ്റും. കാരണം ഈ ഓട്ടിസം മക്കൾക്ക് മെയിൻ ആയിട്ട് കാണുന്നത് അവർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ് സ്കിൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാനിത് എന്റെ എക്സ്പീരിയൻസ് ആട്ടോ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു മേഖലയിൽ ആയതുകൊണ്ടാണ് ഇത് പറയുന്നത് കേട്ടോ, ബാക്കി എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. അപ്പൊ ഇതൊക്കെ പല പല രീതിയിൽ ഈ രാത്രി വരുന്ന ഈ ബെഡ് ടൈം സ്റ്റോറി അത് വളരെ സപ്പോർട്ടീവാണ്. അതും ഞാൻ കുറെ പാരന്റ്സിൽ ഇപ്പൊ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 years ആയിട്ട് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. അത് വളരെ എഫക്റ്റീവാണ്. പക്ഷെ അത് ഒരാള് പറയുന്നു, ഇപ്പൊ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയുന്നു, കുട്ടി കേൾക്കണു എന്നല്ല, അതിലൊരു ഇന്ററാക്ഷൻ. ഒരു സ്റ്റോറി, മുയലിന്റെ സ്റ്റോറി ആണെങ്കിൽ ആ മുയലിന് എന്താ പേരിടുക നോക്കിയപ്പോ പേര് പറയുക, പിന്നെ അങ്ങനെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ വ്യത്യാസം. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഈ കുട്ടിയുടെ വൊക്കാബുലറി കൂടിയിട്ടുണ്ടാവും. ഞാനപ്പോ അത് എന്റെ റിപ്പോർട്ട് ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിർച്വൽ ഓട്ടിസം വന്നതുകൊണ്ട്, അത് വിർച്വൽ ഓട്ടിസം വരുന്ന കുട്ടികളിലാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത്. എനിക്ക് നിയർലി ഒരു 12 സ്റ്റുഡൻസിന്റെ അടുത്ത് വിർച്വൽ ഓട്ടിസം കുട്ടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിനേക്കാളും ഒരു 30 വർഷം പുറകെയാണ് ഈ ത്രിപുര എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നമ്മുടെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട്. ബാക്കിയെല്ലാം മുന്നിലാണ്. പക്ഷേ ഈ ഒരു മേഖലയിൽ അങ്ങനത്തെ ഒരു വർക്കും കാര്യങ്ങളും നടക്കുന്നില്ല, അവയർനെസ് ഇല്ല. അപ്പൊ ആ ഒരു അവയർനെസ് പ്രോഗ്രാം കൂടെ ഞാൻ ഇവിടെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പാരന്റ് മീറ്റിങ്ങിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് മീറ്റിങ്ങിലും. ടീച്ചേഴ്സിനൊന്നും ഒന്നും അറിയില്ല. ഈ പറയുന്ന നമ്മള് കേരളത്തില് ഓട്ടിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, പക്ഷെ ഇവർക്ക് ഓട്ടിസം എന്താന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അപ്പോ ഇതൊക്കെ വർക്ക് ചെയ്ത് പാരന്റ്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓട്ടിസം ഒരു പരിധി വരെ നമുക്ക് കുഞ്ഞുങ്ങളെ ഒരു 90% വരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എന്തായാലും നല്ല ടോപ്പിക് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. എനിക്കും കൂടെ ഒരു അവസരം കിട്ടി ഇത് ഷെയർ ചെയ്യാൻ. താങ്ക് യു. താങ്ക് യു അജിത മാം, താങ്ക് യു സോ മച്ച്. പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ എന്നാ. അതെ അതെ. താങ്ക് യു മീര മാം, ആൻഡ് താങ്ക് യു ഓൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.